നമുക്ക് അടുത്തൊരു വർക്ക് വന്നിട്ടുള്ള വണ്ടി കേട്ടോ, ഇത് തന്നെ മാരുതി തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ പോയി തട്ടുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ സെൻട്രൽ ലൈനിങ് നമ്മൾ അയച്ചു വെച്ചാൽ ഈ വണ്ടിക്ക് ഉണ്ടായത് പറഞ്ഞാൽ ഈ ക്ലോസ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ, ഫ്രണ്ട് ക്ലോസ്. അപ്പോൾ അങ്ങനെ ബാക്കിൽ പോയി തട്ടുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി പെട്ടെന്ന് നമ്മൾ വർക്ക് എടുക്കാൻ നല്ലത്. കാരണം വെച്ചാൽ ബാക്കിൽ ഇത് കുറേ അങ്ങനെ ഓടിയിട്ടില്ല കേട്ടോ. ഇത് ഇറങ്ങുക പറഞ്ഞാൽ ഈ ഒരു ക്ലോസാണ് ഇറങ്ങുക, അതായത് ഈ കാണുന്ന ക്ലോസ് അതാണ് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഫണ്ടിൽ ഒതുങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പറഞ്ഞാൽ ഈ ക്ലോസ് ഇവിടെ പൊട്ടി. അപ്പോൾ അങ്ങനെ വർക്കിന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റേഡിയേറ്റർ പമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് വൃത്തിയാക്കണമെന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ക്രോസ് ഉണ്ടോ ഇത് മാറ്റിയിട്ട് പക്ക വെൽഡ് ചെയ്തിട്ട് ബോൾട്ടും ബോൾട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ ഫണ്ടും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിലും കോസ്റ്റ്ലിയായിട്ട് ഈ ബാറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് ചെയ്യാം. അതല്ല ഇതിൽ തന്നെ ഏകദേശം ഷേപ്പ് ആക്കി നമ്മൾ ചെയ്യാം. അതല്ല ഇതൊക്കെ ഷേപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തൊരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്ക് വീൽ പോകുന്ന ടൈമിൽ നമ്മൾ സസ്പെൻഷൻ്റെ വർക്ക് ചെയ്യുന്നതാരും കരുതണ്ട. നമ്മൾ ഫ്രണ്ടിൽ ക്രോസും കാര്യങ്ങളും പൊട്ടുന്ന ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.